Hello everyone, English with LCSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും വാട്ട് ഈസ് ദിസ് എന്നല്ലേ? യെസ്, അത് ഇതുപോലെ തന്നെ ഒരു ഫാസിനേറ്റിംഗ് ആയ കാര്യമാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ ബുക്സ് ദാറ്റ് ഐ ഫൗണ്ട് ഇൻ മൈ ഷെൽഫ്. ഓക്കെ, എൻ്റെ ഷെൽഫിൽ ഞാൻ കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു ബുക്കാണിത്. അപ്പോൾ ഈ ബുക്ക് ഞാൻ എന്തിനാണ് ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 11ാം ക്ലാസ് അല്ലെങ്കിൽ നമ്മളെന്താ ഒരു കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്കായിട്ട് എനിക്ക് തോന്നിയൊരു ബുക്കാണ് ദ ഫാക്ട്സ് ഫാക്ടറി. യെസ്, ഇറ്റ് ഈസ് എ ഫാക്ടറി. ഇത് ഈ ഒരു ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇറ്റ്സ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. ഈവൻ നമുക്ക് പോലും പല കാര്യങ്ങളും ക്യൂരിയോസിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഈ ഒരു ബുക്കിൽ നിന്നാണ് ഐ ഗോട്ട് ദ ഇൻഫർമേഷൻസ് ആൻഡ് ഓൾ. സോ ഐ തോട്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ദിസ് ബുക്ക് ടു യു ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ഈസ് ദ ഫാക്ട്സ് ഫാക്ടറി. ആൻഡ് അതിൽ എഴുതിയിരിക്കുന്ന കോട്ട് എന്താണെന്നറിയോ? ഫാസിനേറ്റിംഗ് തിങ്സ് യു ഡിഡ്ന്റ് നോ അബൌട്ട്. യെസ്, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. ഇറ്റ് സേസ് അബൌട്ട് വൈൽഡ് ലൈഫ്, ഇറ്റ് സേസ് അബൌട്ട് സിവിലൈസേഷൻസ്, it says about curiosities, it says about historic datas. Okay, historic dates നമുക്ക് ഇതിൽ നോക്കിയാൽ കിട്ടും. അതേപോലെ തന്നെ ക്യൂരിയോസിറ്റീസ് ആയ കുറേ കാര്യങ്ങൾ, ആൻഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ we will get from this book. Okay, അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓരോരോ ഫാക്ട്സ്, കുറച്ച് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാം. ഇതിൽ ഒന്നാമതായിട്ട്, അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഹിസ്റ്റോറിക് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ദിസ് വൺ ഐ വിൽ ഷോ യു. ഓക്കെ, ഇതാണ് ദ ഫാക്ട്സ് ഫാക്ടറിയുടെ ഹിസ്റ്റോറിക് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹിസ്റ്റോറിക് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക പോലും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അതായത് ഇതിൽ പറയുന്നത്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രോ, ഓക്കെ, നമ്മൾ ജ്യൂസ് കുടിക്കാൻ യൂസ് ചെയ്യുന്ന സ്ട്രോ എങ്ങനെ വന്നു, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഡിസ്കവറി എപ്പോഴാണെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് വിത്ത് ഡേറ്റ് ദേ ആർ ഗിവിങ്. ഓക്കെ, ഡേറ്റ് വെച്ചിട്ടാണ് അവരത് തരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു വിൽ ഗെറ്റ് സോ മെനി ഇല്യൂസ്ട്രേഷൻസ് ആൻഡ് പിക്ചേഴ്സ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ബുക്കിനെ അവർ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് പിക്ചേഴ്സിലൂടെ they are giving you facts. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ എന്താ പറയുക, കൗതുകത്തോടു കൂടി അവർക്ക് അത് നോക്കി കാണാൻ പറ്റും, വായിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അറിവും കിട്ടുകയാണ് ഇത് നോക്കുന്നതിലൂടെ. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇഫ് വി ഗിവ് ഓർ വി ഗിഫ്റ്റ് ദ ചിൽഡ്രൻ വിത്ത് ദ ബുക്സ് വിച്ച് ഹാവ് എ ലോട്ട് ഓഫ് ഇമേജസ് ഇൻ ഇറ്റ്, അല്ലേ? എൻ്റെ മോക്ക് പോലും ദിസ് ഫൈൻഡ്സ് ടു ബി സോ മച്ച് ഫാസിനേറ്റിംഗ് വൺ. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞു വന്നത്, ദ സ്ട്രോ മേക്സ് ഡ്രിങ്കിങ് എ ട്രീറ്റ്, അല്ലേ? അപ്പോൾ ഈ സ്ട്രോ എങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്ട്രോയുടെ ഉത്ഭവമാണ് ഇവർ ആദ്യം തന്നെ ഈ ബുക്ക് തുറക്കുമ്പോൾ നമുക്ക് തരുന്നത്. ഇറ്റ് ഈസ് വെരി ക്യൂരിയസ്, റൈറ്റ്? നമുക്ക് സ്ട്രോയുടെ ഉത്ഭവം എവിടെയാണ്, അല്ലെങ്കിൽ സ്ട്രോ എങ്ങനെ ഉണ്ടായെന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ 2 ജാനുവരി 1888, ഓക്കെ, അത് ആലോചിച്ച് വെക്കുക കേട്ടോ. 2 ജാനുവരി 1888 സ്ട്രോ എന്ന് പറയുന്ന, നമ്മൾ എന്തായാലും എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പല എന്താ പറയുക രൂപങ്ങൾ നമുക്ക് കിട്ടും, അല്ലേ? പ്ലാസ്റ്റിക്കിൽ അവൈലബിൾ ആണ്, ഈവൻ നമ്മളെ ബാംബൂവിൽ പോലും അല്ലെങ്കിൽ തടിയിൽ, വുഡിൽ പോലും നമ്മൾ സ്ട്രോസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ വിൽ റീഡ് ഇറ്റ് ഫോർ യു. അമേരിക്കൻ മാർവിൻ ചെസ്റ്റർ ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സ്ട്രോ ഫോർ ഡ്രിങ്കിങ്. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് പേപ്പർ. ഓക്കെ, പേപ്പറിലാണ് ആദ്യമായിട്ട് സ്ട്രോ ഉണ്ടാക്കിയത്. ദെൻ ഹാൻഡ് റോൾഡ് ആൻഡ് കോട്ടഡ് ഇൻ പാരഫിൻ വാക്സ് ആൻഡ് ഇംപെർമിയബിൾ സബ്സ്റ്റൻസ്. ദിസ് സ്ട്രോ വാസ് മോർ സോളിഡ് ദാൻ ദ സിമ്പിൾ റൈസ് സ്റ്റോക്ക് ദാറ്റ് ഹാഡ് ബീൻ യൂസ്ഡ് ടിൽ നൗ. അതായത് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയ സ്ട്രോസിനേക്കാളും വളരെ പവർഫുള്ളായ സ്ട്രോ ആയിരുന്നു 1888. അതും എന്തിനെക്കൊണ്ട് ഉണ്ടാക്കിയതെന്ന് നോക്കണേ, പാരഫിൻ വാക്സും അതേപോലെ പേപ്പറും വെച്ചിട്ട്. ഡോണ്ട് യു ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? അതേപോലെയുള്ള ബാക്കിയുള്ള ഞാൻ പറഞ്ഞു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഐ ഹാവ് മാർക്ക്ഡ് ഇറ്റ്, ഇൻവെൻഷൻ ഓഫ് സേഫ്റ്റി പിൻ. ജസ്റ്റ് ഇമാജിൻ, അല്ലേ? നമ്മൾ ഡെയിലി നമ്മളെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സേഫ്റ്റി പിൻ. പക്ഷേ ഈ സേഫ്റ്റി പിൻ ഉണ്ടാക്കിയത് എങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഇൻവെൻഷൻ എന്താണ്, ഡേറ്റ് എപ്പോഴാണെന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഹിയർ ഫ്രം ദിസ് ബുക്ക് യു വിൽ ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് സേഫ്റ്റി പിൻ എപ്പോഴാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത വർഷം ഏതാണെന്നുള്ളതാണ് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് ബുക്ക്. ഐ വിൽ റീഡ് ഫോർ യു. ഇൻവെൻഷൻ ഓഫ് ദ സേഫ്റ്റി പിൻ. ഓക്കെ, എപ്പോഴാണ്? 10th April 1848. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, അല്ലേ? 1848
10th ഏപ്രിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിന്നിൻ്റെ ഇൻവെൻഷൻ ഉണ്ടായത്. ആൻഡ് അമേരിക്കൻ വാൾട്ടർ ഹണ്ട് ആണ് സേഫ്റ്റി പിന്ന് ഡിസ്കവർ ചെയ്തത്. ആൻഡ് കൺസീവ് ദ ഫസ്റ്റ് സേഫ്റ്റി പിൻ. ദിസ് യൂസ്ഫുൾ ലിറ്റിൽ മെറ്റൽ ഒബ്ജെക്ട് ഇനാബിൾഡ് അറ്റാച്ചിങ് പീസസ് ഓഫ് ക്ലോത്ത് ടുഗെദർ ആൻഡ് അൺടൈയിങ് ദം ഈസിലി. അതായത് നമ്മൾ ക്ലോത്ത്സിനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി പിൻ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നത്. ആൻഡ് അത് എന്തുകൊണ്ടായിരുന്നു ഉണ്ടാക്കിയത്? അപ്പോൾ ആദ്യ ടൈമിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ഓക്കെ, ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് വുഡ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, സേഫ്റ്റി പിൻ ആ സമയത്ത് വളരെ കൂർപ്പിച്ചിട്ട് വുഡിനെ കൂർപ്പിച്ചെടുത്തിട്ട് സേഫ്റ്റി പിൻ ഉണ്ടാക്കി. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ യു ക്യാൻ ഗെറ്റ് ഫ്രം ദിസ് ബുക്ക്. അതേപോലെ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ടൂർ ഡി ഫ്രാൻസ്, ദെൻ യു ആർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ആരാണ് എന്താണെന്നൊന്നും നമുക്ക് ചില ആളുകൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അത് 1978 എവിടെ ഉണ്ടായത്? UK. ഓക്കെ, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടായത് ഇറ്റ് ഈസ് ഇൻ UK. അതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് കമ്പൈൻഡ് ഇൻ ദിസ് സിംഗിൾ ബുക്ക് വിത്ത് എ ലോട്ട് ഓഫ് ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഇമേജസ്. വെരി ബ്യൂട്ടിഫുള്ളി ദേ ഹാവ് ഗിവൻ ദ ഫാക്ട്സ്. ഇനി അടുത്തൊരു ബുക്ക്, രണ്ടാമതൊരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ക്യൂരിയോസിറ്റീസ് ഇൻ വൈൽഡ് ലൈഫ്, ക്യൂരിയോസിറ്റീസ് ഇൻ അവർ ലൈഫ് ഒക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇതും അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഹാവിങ് സോ മച്ച് ഓഫ് ഇല്ലുസ്ട്രേഷൻസ്, ബ്യൂട്ടിഫുൾ ഡ്രോയിങ്സ് വി ആർ ഹാവിങ് ഹിയർ. ആൻഡ് ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് വൈ ഡു റെഡ് ആൻഡ്സ് ബൈറ്റ്? അതായത് നമ്മൾ കാണുന്ന ഈ കുഞ്ഞുറുമ്പുണ്ടല്ലോ, നമ്മൾ ചോണനുറുമ്പ് എന്ന് വിളിക്കുന്ന കുഞ്ഞുറുമ്പ്. അപ്പോൾ ആ ഉറുമ്പ് എന്തുകൊണ്ടാണ് നമ്മളെ കടിക്കുന്നത്? അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഇവരത് നമുക്ക് കാണിച്ചു തരികയാണ്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ചില ഉറുമ്പുകൾ നമ്മൾ മുകളിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ മേല് വന്നിരുന്ന് കഴിഞ്ഞാൽ, സ്കിന്നിൽ വന്നിരുന്നിട്ട് അവർ കടിക്കും. അപ്പോൾ ആ കടിക്കുന്നത് എന്തിനാണ്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ തട്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷെ ഇതിൽ അതുവരെ അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ്. അപ്പോൾ അതെന്താണെന്നറിയോ അവർ പറയുന്നത്? ഓൾ ആൻസ് പ്രൊഡ്യൂസ് വെനം ടു പ്രൊട്ടക്റ്റ് ഓർ ഡിഫെൻഡ് themselves from their predators if they feel threatened. Okay, they can inject the venom into their attacker's skin by biting. അതായത് അതായത് ആൻസിന് തോന്നുകയാണ് ഏതെങ്കിലും ശത്രുക്കൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ദീസ് ആൻസ് വിൽ ബൈറ്റ് ദം. എന്തിനു വേണ്ടിയിട്ടാണ് ബൈറ്റ് ചെയ്യുന്നത്? അവരുടെ ഉള്ളിൽ, അതായത് ഈ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളുടെ ഉള്ളിൽ ഇറ്റ് വാസ് ഹാവിങ് വെനം ഇൻ ദാറ്റ്. വെനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് പോയിസൺ. ഓക്കെ, നമുക്ക് ചൊറിയുന്നതൊക്കെ ചില ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് അതുകൊണ്ടാണെന്നാണ് ഈ ബുക്ക് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ വൈ ഡു വി യോൺ? ഇപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ യോൺ ചെയ്യും, അതായത് നമ്മൾ ആവി ഇടും എന്ന് പറയും. അപ്പോൾ ആ യോൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വൈ വി യോൺ എന്നാണ് ഇവിടെ അടുത്തൊരു ക്യൂരിയോസിറ്റി പറയുന്നത്. യോണിങ് ഈസ് അവർ ബോഡീസ് റിഫ്ലെക്സ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ടയേർഡ്നെസ് ആൻഡ് ഹങ്കർ. നമുക്ക് വിശക്കുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ടയേർഡ്നെസ് തോന്നുമ്പോഴും ആണ് നമ്മൾ യോൺ ചെയ്യുക എന്നുള്ളതാണ് ദിസ് ബുക്ക് സേസ് അബൌട്ട്. അതേപോലെ ഒരുപാട് ഹൂ ഇൻവെൻറ്റഡ് മിക്കി മൗസിനെ ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്, ആരാണ് കണ്ടുപിടിച്ചത്? ആൻഡ് അതേപോലെ വോട്ട് ഡു വി ഹാവ് എ ടിപ്പ് ഓഫ് എ ടങ്? നമ്മൾ ടങ്ങിൻ്റെ ടിപ്പിൽ, അതായത് നാവിൻ്റെ തുമ്പത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഇല്ലൂസ്ട്രേഷൻസിലൂടെ അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, അതേപോലെ വാട്ട് ഈസ് ആൻ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതേപോലെ വാട്ട് പേർപ്പസ് ഡു ദ കാക്ടസ് തോൺസ് സെർവ്? അതായത് കാക്ടസ് എന്ന് പറയുന്ന ഈ കള്ളിമുൾ ചെടിയുടെ മുള്ളിന്, അതായത് കള്ളിമുൾ ചെടി എന്തിനാണ് മുള്ളുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് ക്യൂരിയോസിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് വൈ ഐ തോട്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ടു യു. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ആൻഡ് അതേപോലെ തന്നെ മറ്റൊരു ബുക്ക് it says about civilization. Okay, civilization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റോമൻ സിവിലൈസേഷൻ ഉണ്ട്, അക്ബറിൻ്റെ സമയത്തുള്ള സിവിലൈസേഷൻ ഉണ്ട്, അതേപോലെ തന്നെ മുഗൾ എംപയേഴ്സിൻ്റെ സിവിലൈസേഷൻ ഉണ്ട്, അതേപോലെ ഈജിപ്റ്റ് ക്വീൻസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഹിസ്റ്ററി, അതേപോലെ സെഗ്മെൻറ്റ്സ് ഓഫ് ദ ഫ്യൂറി ഓഫ് റാ, ഒരുപാട് അയൺ പാലക്സസ്, ദ വിങ്ഡ് ഡിവൈൻ ഹോഴ്സ്, എ ജാഗ്വർ ഡ്യൂറിങ് ദ സൺ. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സിവിലൈസേഷൻസ് അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള കാര്യങ്ങൾ മുഴുവൻ യു വിൽ ഗെറ്റ് ഫ്രം ദിസ് സിംഗിൾ ബുക്ക്. Isn't it interesting?
യെസ്, എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് അതേപോലെ തന്നെ ഹണി ബീസ് ആൻ ആർട്ടിസ്റ്റ്. പണ്ട് കാലത്ത് ആസ് ഷുഗർ വാസ് നോട്ട് എറ്റ് ഡിസ്കവേർഡ്, ദ ഗ്രീക്സ് യൂസ്ഡ് ഹണി ടു കുക്ക് ആൻഡ് സ്വീറ്റൻ ദെയർ ഫുഡ്. ദ ക്രാഫ്റ്റ്മെൻ ഓൾസോ ടുക്ക് ഇൻസ്പിറേഷൻ ഫ്രം ബീ മോട്ടീവ്സ് ആൻഡ് ഫാഷൻ ഇൻക്രിക്കേറ്റ് ജ്വല്ലറി. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പണ്ട് കാലത്ത് ഹണി ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഡ്യൂറിങ് ദ ഗ്രീക്സ് ആൻഡ് ഓൾ ആ ഒരു പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നില്ല, ഇതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഫുഡിനെ കുറച്ചൊരു മധുരമാക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തൊരു കാര്യമാണ് ഹണി. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ അവർ കാണിക്കുന്നത് ഹണി അല്ല, ദേ ആർ ഷോയിങ് ദ ജ്വല്ലറി മെയ്ഡ് ഔട്ട് ഓഫ് ദിസ് ഹണി. ഈ ഹണി ബീ എന്ന് പറയുന്നത് നമ്മൾ തേനീച്ച ഉണ്ടല്ലോ, ആ തേനീച്ചയിൽ നിന്ന് അതിൻ്റെ രൂപത്തിൽ നിന്ന് എന്താ പറയുക പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പണ്ട് കാലത്ത് ഗ്രീക്കിലെ ആളുകൾ അവർ വെയർ ചെയ്തിരുന്ന ആ ഒരു ആഭരണത്തിൻ്റെ ഏതിൻ്റെ ഒരു എന്താ പറയുക ഛായയായിരുന്നു ഹണി ബീ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? അപ്പോൾ ഹണി ബീയുടെ ഛായയിലായിരുന്നു അവർ ജ്വല്ലറീസ് ഉണ്ടാക്കിയത്. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ, ക്യൂരിയോസിറ്റീസ് ആയ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതേപോലെ എ ക്രിയേച്ചർ വിത്ത് 4 legs and 2 arms. അതായത് യു ക്യാൻ സീ ദ പിക്ചർ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു ഐ തിങ്ക്. അതായത് 4 കാലുള്ള 2 കൈയുള്ള പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ക്രിയേച്ചർ ആയിരുന്നു ഇത്. ഇവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ഗ്രീക്സ് ദ സെൻറ്റുവർ എന്നാണ് അതിന് പറയുക, CENTAUR, സെൻറ്റുവർ. Okay, Centaur was a legendary half-man, half-horse creature, well known for their violence and brutality. Okay, പണ്ട് കാലത്ത് ജീവിച്ചിരുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്ന ഒരു ക്രിയേച്ചർ ആണ് ഇത്. ഇതൊന്നും നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് പരതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള വളരെ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഈ ബുക്കിലൂടെ നമുക്കിവർ പറഞ്ഞു തരുന്നത്. ഇനി ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആനിമൽസ്, ആ ഒരു വൈൽഡ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് ഈ ഒരു പേരും കൊടുത്തത്, ഫാക്ടറി. ഫാക്ട് നമുക്ക് തരുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫാക്ടറി ഓഫ് ദീസ് തിങ്സ്. അപ്പോൾ ഇതിലെന്താണെന്നറിയോ പറയുന്നത്, ഇതിൽ again you will get images like this. Okay, ഒരുപാട് ഇമേജസ് ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഇമേജസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾ സേസ് അബൌട്ട് വൈൽഡ് ലൈഫ് ആൻഡ് ആനിമൽസ്. വൈൽഡ് ലൈഫും അതേപോലെ തന്നെ ആനിമൽസും ആണ് ഇതിൽ ഈ ഒരു വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ബുക്കിൽ ദീസ് പീപ്പിൾ ആർ ഷോയിങ് ടു യു. അപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ജസ്റ്റ് റീഡ് ഔട്ട് ഫോർ യു. ദ ടേസ്റ്റി സ്റ്റേബിൾസ് ഓഫ് റെഡ് വൂണ്ട് ആൻസിൻ്റെ അതായത് ആ ഒരു ആൻസിൻ്റെ സ്പീഷീസിൽ അവർ ഒരുപാട് റെഡ് വൂൺസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. റെഡ് വൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ടേക്ക് ദ ജ്യൂസ് ഫ്രം ദ വുഡ്സ്. ഓക്കെ, ഈ ആൻസ്, ഈ ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ വുഡിൽ നിന്ന്, റെഡ് കളറിൽ വുഡിൽ നിന്ന് അല്ലെങ്കിൽ തടിയിൽ നിന്ന് അവരതിൻ്റെ എന്താ പറയുക നീര് ശേഖരിക്കുവേ. ആ നീര് ശേഖരിച്ചതിന് ശേഷം അത് അവരുടെ സലൈവയിലൂടെ പുറത്തേക്ക് വരും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? തടിയിൽ നിന്ന് അവരത് വലിച്ചെടുത്തതിന് ശേഷം ആ നീര് അല്ലെങ്കിൽ ആ തടിയുടെ നീര് എന്താവും, ഇവരുടെ സലൈവയിലൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇവർ പറയുന്നതാണ് ചില വുഡ്സിൻ്റെ മേലെ അല്ലെങ്കിൽ ചില മരത്തിൻ്റെ മേലെയൊക്കെ നമുക്ക് റെഡ് കളറിലുള്ള എന്താ പറയുക ഒരു ഈ വാട്ടർ ഡ്രോപ്സ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ആ വാട്ടർ ഡ്രോപ്സ് എന്ന് പറയുന്നത് വേറെ ഉണ്ട്, വാട്ടർ ഡ്രോപ്പ് പോലെയുള്ളത്, അതായത് തടീൻ്റെ തന്നെ എന്താ പറയുക ദ്രാവകമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ആൻസ് പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ പെടുന്ന ആൻസ് ആണ്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വുഡിൽ നിന്ന് അവർ ഈ ഒരു നീര് വലിച്ചെടുത്തിട്ട് ഈ വുഡ്സിൻ്റെ മേലെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ട് പോകുന്നുള്ളതാണ് ദിസ് ബുക്ക് സേസ് അബൌട്ട്. നമുക്കിതൊന്നും അറിയില്ല അല്ലേ, വൈൽഡ് ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയില്ല. പക്ഷേ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുകയാണ്. അതേപോലെ തന്നെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന്തുണ്ടല്ലോ, നമ്മൾ നിറം മാറുന്ന ആ ഓന്തിന് ദേ ക്യാൻ വാക്ക് ഓൺ വാട്ടറിൻ്റെ മേലെ, വെള്ളത്തിൻ്റെ മേലെ ഈ ഓന്തിന് നടക്കാൻ പറ്റും എന്നാണ് ദേ ആർ സേയിങ്. ഇഗ്വാനാസ് ആൻഡ് ഓൾ, ഇഗ്വാനയൊക്കെ ആ ടൈപ്പിൽ പെടുന്നതാണല്ലോ. അപ്പോൾ ഈ ഓന്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഓടുക അത്രേ ചെയ്യുക. ദേ കാൺ സ്വിം, അവർക്ക് സ്വിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മേലെ ഓടും. ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ, നമുക്ക് ബിലീവ് ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആർ അവൈലബിൾ ഇൻ ദിസ് ബുക്ക് ആൻഡ് ഇതൊരു മസ്റ്റ്
ബൈ ബുക്കാണ് ഇഫ് യു ലവ് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ആക്ച്വലി എൻ്റെ മോക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ബുക്കാണിത്. ഷീ ഈസ് ആക്ച്വലി 3.5 months ഓൾഡാണ്. പക്ഷെ എന്നാലും ഷീ ലൈക്സ് ദിസ്. അവൾക്കിത് ഒരുപാട് ഇഷ്ടമാണ്. ഷീ യൂസ് ടു സീ ദ പിക്ചേഴ്സ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവൾക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചേഴ്സാണ്. പക്ഷെ ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഫാക്ട്സ് കണ്ടിട്ടാണ്. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ത്രൂ ഇല്ലൂസ്ട്രേഷൻസ് ദേ ഹാവ് ഗിവൺ ടു യു. അപ്പോൾ എന്തായാലും നിങ്ങളത് ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? You do buy this book for your little ones. I think this is informative for you, and if you like my video, do comment, subscribe, and please share.